പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ഒരു കരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് എന്നിൽ വസിക്കുന്നു. അങ്ങ് സൃഷ്ടാവാണ്. എന്നാൽ എന്നെ അങ്ങ് സൃഷ്ടിച്ചത് തന്നെ അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ വ്യക്തിത്വം മുഴുവനും തുളുമ്പുന്ന അനന്തമായ ഒരു വ്യക്തിത്വം നൽകിക്കൊണ്ട് അങ്ങയ്ക്കൊരാലയമായിട്ട് എന്നെ സൃഷ്ടിച്ചു. എൻ്റെ ആത്മാവിൽ അങ്ങ് വസിക്കുന്നു. ഓ ദൈവമേ, ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനം നൽകണമേ, അങ്ങയുടെ വിവേകം നൽകണമേ. ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിൽ വാസമുറപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരമായ ശക്തി മുഴുവനും എന്നിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ദൈവമേ, ഓ പരിശുദ്ധാത്മാവേ, ഈ സായാഹ്നത്തിൽ അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വളരെ നല്ല എന്നാൽ വിസ്മരണീയമായ രഹസ്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിൽ നിറഞ്ഞ് എന്നോടുകൂടെ എന്നെ ശക്തിപ്പെടുത്തി എന്നിൽ നിറഞ്ഞ് തുളുമ്പി ഈ ലോകം മുഴുവനിലേക്ക് ഒഴുകും. നമുക്ക് ഏറ്റവും പാടിപ്പരിചയമുള്ള വിശുദ്ധ കുർബാനയിൽ തന്നെയുള്ള ഒരു ഭാഗം നമുക്കിങ്ങനെ പാടാം. നമ്മുടെ കൂടെ ബലവാനാം, എല്ലാവരും നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം നമ്മുടെ തുണയെന്നും. ഒരിക്കൽ കൂടി, നമ്മുടെ കൂടെ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണ. പ്രൈസ് ദി ലോർഡ്. കാര്യം മനസ്സിലായോ? എന്താ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്? നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ കൂടെ രാജാവായ ദൈവവും നമ്മുടെ കൂടെയുണ്ട്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണേ. നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ ഒപ്പം നമ്മളും അതങ്ങനെ ഏറ്റുപറയണം. അതിനെ ഒരു ആഴമായ വിചിന്തനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചേ, എന്താ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചത്?
സർവജ്ഞനായ ഭരണകർത്താവ് എന്ന് പറഞ്ഞ എല്ലാവരും സർവജ്ഞനായ ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ സകല ജ്ഞാനവും നിറഞ്ഞ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒരങ്കുലീ ചലനം കൊണ്ട് നയിക്കുന്ന സർവാധിപനായ ആ കർത്താവ്. ഒന്നുകൂടി, സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ. നമ്മൾ കർത്താവിൻ്റെ ഭവനത്തിലാണോ? നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്, അല്ലേ? പിതാവാണ് നമ്മൾക്ക്. ദൈവം നമ്മുടെ പിതാവാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണ്. അങ്ങനെയുള്ള ആ അവസ്ഥ നമ്മളിൽ ഇപ്പോൾ അങ്ങനെയാണ് എന്ന് വിശ്വസിച്ചേ. സർവജ്ഞനായ ഭരണകർത്താവ് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ. അതായത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ രീതിയിൽ നമ്മളെ പരിപാലിക്കുന്ന ദൈവം. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ രീതിയിൽ നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നവീകരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വീട് നവീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് മാറ്റിപ്പണിയല്ലല്ലോ. അത് അതിനകത്തുള്ള അഴുക്കൊക്കെ തുടച്ച് മാറ്റി ക്ലീനാക്കി നന്നായിട്ടൊരു ചായ അടിച്ചു കഴിഞ്ഞപ്പോൾ നവീകരിച്ചു. വീട് അങ്ങനെ തന്നെയാണ്. വീടിനെ പ്രധാനമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. എന്ന പോലെ തന്നെയാണ് നവീകരണം എന്നത്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കൃപാവരങ്ങളെക്കുറിച്ചും പൂർണ്ണമായി പഠിക്കുക. അതെന്താ? നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ളതല്ലേ? ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളതാണെങ്കിലും പ്രായപൂർത്തിയാകുമ്പോൾ ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചു, 2-ാം ക്ലാസ്സിൽ പഠിച്ചു, പിന്നെ 3-ാം ക്ലാസ്, പിന്നെ 10-ാം ക്ലാസ്, ഇങ്ങനെ നമ്മൾ പടിപടിയായി ബയോഗ്രഫി എന്ന് പറയും. ബയോളജിക്കൽ ഗ്രാഫ് എന്നാണ് ബയോഗ്രാഫിയുടെ അർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബയോളജിക്കലായിട്ടുള്ള നമ്മുടെ വളർച്ചയ്ക്ക് അനുസരിച്ചും നമ്മൾ ആത്മീയമായി വളരണം. അതായത് നമ്മൾക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ 5 വയസ്സുള്ളപ്പോഴും അറിയാവുന്ന കാര്യമാണ്, ഇല്ലേ? നിങ്ങൾക്കൊക്കെ അറിയില്ലേ? കുഞ്ഞുങ്ങളെ അറിയാം. എങ്ങനെ അറിയാം? നമ്മൾ അപ്പൻ്റെ അമ്മയുടെ കൂടെ വന്നു, ഈശോനെ ഉയർത്തുക കാണും, അപ്പനും അമ്മയും കുമ്പിട്ട് ആരാധിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി, ഇതെന്തിനീ അമ്മയെ ഇങ്ങനെ കുമ്പിട്ട് ആരാധിക്കണേ? അപ്പോൾ അമ്മനെ നോക്കണ നേരത്ത് അമ്മ പറഞ്ഞു, മോനെ നീ ഈശോനെ നോക്ക്, അത് ഈശോ ആണ്. ഓഹോ ഈശോ ആണല്ലേ. അപ്പോൾ നമ്മൾ ഈശോയെ ആണെന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ ആരാധിക്കാൻ തുടങ്ങി. നമുക്ക് യാതൊരു സംശയമില്ല. പക്ഷേ 5 വയസ്സിലെ ഈ അറിവ് ഒരു 15 വയസ്സ് 20 വയസ്സായി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കൂടുതൽ ഒരു ആകാംക്ഷ, ഇതെങ്ങനെയാണ് ഈ അപ്പം ഈശോ ആണെന്ന് പറയുന്നത്? ഈ ഗോതമ്പപ്പം എങ്ങനെയാണ് ഈശോ ആണെന്ന് മമ്മിയും പപ്പയും പറയണത്? എന്താണെന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലായി. ഈശോ പറഞ്ഞു, ഇതൊരു കൂദാശയാണ്. ആ കൂദാശയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം മുഴുവനും ഇതിൽ വരുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കാൻ തുടങ്ങി. ആ പഠനം ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലായി. എന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തുടർച്ചയായ ഒരു പഠനമാണ്. നമ്മൾ മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ബയോളജി, സൂവോളജി ഇതെല്ലാം പഠിക്കുന്നുണ്ട്.
ഈ സുവോളജിയും ബയോളജിയും കെമിസ്ട്രിയും ബോട്ടണിയും ഫിസിക്സൊക്കെ പഠിച്ചത് കൊണ്ട് നമുക്കെന്ത് കാര്യം പറയും? പഠിക്കണം കേട്ടോ. പക്ഷെ ഈ പഠിച്ചിട്ട് എന്താ? ഇപ്പൊ പഠിച്ച ആൾക്കാരിവിടെ ഒരുപാട് പേരുണ്ടല്ലോ. ബയോളജിയിൽ സുവോളജിയിലും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ആൾക്കാർ വീട്ടിലിരുന്ന് ഉള്ളിയും പൊട്ടറ്റോ അരിയ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ബയോളജി, സുവോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ് ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ചുള്ള പഠനമാണ്. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? സൃഷ്ടിയെക്കുറിച്ച്. ഒന്നും ഒന്നും രണ്ട്, രണ്ടും രണ്ടും നാല്, നാലും നാലും 8. ഇതെല്ലാം എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? സൃഷ്ടിയെക്കുറിച്ചുള്ള പഠനമാണ്. വേറെ ഒരു പഠനമുണ്ട്. അതെന്തിനെക്കുറിച്ചാണ്? സൃഷ്ടാവിനെ കുറിച്ചുള്ള പഠനം. ഇടത് കൈ ഒന്ന് ഉയർത്തിയേ. ഇത് സൃഷ്ടിയെക്കുറിച്ചുള്ള പഠനം. ബയോളജി, സുവോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്. എന്താണത്? സൃഷ്ടിയെക്കുറിച്ചുള്ള പഠനം. ലേണിംഗ് അബൌട്ട് നോളജ് അബൌട്ട് ക്രിയേഷൻ. ഇനി വലതുകരം ഉയർത്തിയേ. ഉയർത്ത്. അത് സൃഷ്ടാവിനെ കുറിച്ചുള്ള പഠനം. അതിങ്ങനെ കാണിച്ചേ. വലതുകരം, വലതുകരം കേട്ടോ. വലതുകരം ഇങ്ങനെ കാണിച്ചേ. ഇതെന്തിനെ കുറിച്ചുള്ള പഠനം? സൃഷ്ടാവായ ദൈവത്തെയും ദൈവത്തിന്റെ പരിപാലനയെയും ദൈവത്തിന്റെ രഹസ്യങ്ങളെയും ദൈവം തന്ന അനുഗ്രഹങ്ങളെയും കുറിച്ചുള്ള പഠനം. സൃഷ്ടിയെക്കുറിച്ച് ഇടതുതരം കാണിച്ചേ. എന്തൊക്കെയാണ്? ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, സൃഷ്ടിയെക്കുറിച്ചുള്ള. ഈ 2 കൈയും ഒന്ന് ഉയർത്തി കാണിച്ചേ. 2 കൈയും വേണ്ട. എന്താണിത്? സൃഷ്ടാവിനെ കുറിച്ച്, സൃഷ്ടിയെക്കുറിച്ച്. സൃഷ്ടാവ്, സൃഷ്ടി, സൃഷ്ടാവ്, സൃഷ്ടി. ഇപ്പൊ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ധ്യാനം അങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ധ്യാനം അങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? നന്നായിരുന്നു. അതെന്താ അങ്ങനെ? അതിൻ്റെ അയ്യോ ഇപ്പോഴല്ലേ മനസ്സിലായത്. സൃഷ്ടാവിനെ കുറിച്ച് നമുക്ക് പഠിക്കാം, സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൻ്റെ 1-ാം ക്ലാസ്സിലായാലും 10-ാം ക്ലാസ്സിലായാലും 25-ാം ക്ലാസ്സിലായാലും നമ്മൾ പഠിക്കേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. എന്നാൽ ഈ സൃഷ്ടാവിനെ കുറിച്ച് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ, സൃഷ്ടാവല്ലേ ഈ സൃഷ്ടിയെ മുഴുവൻ ഉണ്ടാക്കിയേക്കണേ, അത് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന് അറിഞ്ഞൂടാ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക്, നമുക്ക് ക്രിസ്തീയ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെങ്ങനെയാ വിശ്വാസത്തിൽ ആരംഭിച്ചിരിക്കുന്നത്? ജ്ഞാനസ്നാനത്തിലൂടെയാണ്. ഒന്ന് പറഞ്ഞെല്ലാവരും, ജ്ഞാനസ്നാനം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, ജ്ഞാനസ്നാനം. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞ്, ജ്ഞാനസ്നാനം. എന്താ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ജ്ഞാനസ്നാനം. അപ്പൊ ഈ ജ്ഞാനസ്നാനത്തിൽ ലഭിച്ച ആ ജ്ഞാനം ലഭിച്ചോ? അങ്ങനെ ഒന്ന് ജ്ഞാനസ്നാനത്തിൽ ലഭിച്ചോ? ഉണ്ടെന്ന് വിശ്വസിക്കണം, ഇല്ലേ? ഉണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയും ആ ജ്ഞാനസ്നാനത്തിൽ നമുക്ക് കിട്ടിയ ജ്ഞാനത്തിന്റെ സമ്മാനപ്പെട്ടി തുറക്കണം. നമ്മൾ ജ്ഞാനസ്നാനത്തിനും ആദ്യ കുർബാനയ്ക്കും ബർത്ത്ഡേക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഭയങ്കര ബിസി ആയിരിക്കണതിൻ്റെ പേരിൽ ഇതൊന്നും തുറന്നു നോക്കാൻ തന്നെ നമുക്ക് സമയം ഉണ്ടാവാറില്ലായിരിക്കാം. എന്ന മാതിരി ഒരവസ്ഥയാണ്. ജ്ഞാനസ്നാനത്തിൽ നമുക്ക് വലിയ ഒരു പെട്ടി സമ്മാനം കിട്ടി ദൈവത്തിൽ നിന്ന്. ആ സമ്മാനം പെട്ടി തുറന്നപ്പോഴെന്താ കാണണേ? അതിൻ്റെ അകത്ത് ഗോൾഡ് ഫോയിൽഡായിട്ട് വേറെ കുറെ സമ്മാനപ്പെട്ടികൾ. അതൊന്നൊന്നായിട്ട് തുറക്കുമ്പോഴാണ് കാണുന്നത്, ഒന്നെന്താ? ജ്ഞാനം, ദൈവിക ജ്ഞാനം. മറ്റൊന്നെന്താ?
വിവേകം. മറ്റൊന്നെന്താ? അറിവ്. മറ്റൊന്നെന്താ? ദൈവഭയം. മറ്റൊന്നെന്താ? വേറൊരു ഡിപ്പാർട്ട്മെന്റ്, ഗോൾഡ് ഫോയിൽ ബട്ട് റെഡ് കളർ. സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, ഇങ്ങനെ ഒരു വെറൈറ്റി വേറെ. ഇതെല്ലാം തുറന്ന് സ്വീകരിച്ചു കഴിഞ്ഞോ? ഇത് പലപ്പോഴും നമ്മൾ തുറന്നിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മുട്ടുവിൻ മുട്ടുവിൻ തുറക്കപ്പെടും. വളരെ എളുപ്പമാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. എന്തെല്ലാം നൽകിയിരിക്കുന്നു? ഈ വചനം എന്ന് പറഞ്ഞ്, ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം നമ്മെ സ്നേഹിച്ചു. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞു. ഇതൊരു ഇച്ചിരി കൂടി കൂട്ടിയാലോ കോളി? എല്ലാവരും, ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം നമ്മെ സ്നേഹിച്ചു. ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം. ആ സ്പീക്കർ ഇച്ചിരി ഇങ്ങോട്ട് തിരിക്കുക, അതിങ്ങോട്ട് തിരിക്കുന്നു. ഒന്നുകൂടി എല്ലാവരും, ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം നമ്മെ സ്നേഹിച്ചു. നൽകിയോ? ദൈവം നൽകിയോ? നിങ്ങൾക്കെല്ലാം കിട്ടിയോ? കിട്ടിയോ? ഒന്ന് പറഞ്ഞെല്ലാവരും, ദൈവത്തിൻ്റെ ഏകജാതനെ ദൈവം നൽകി, നമ്മൾക്കെല്ലാം കിട്ടിയോ ഇല്ലയോ? എന്താ പലരും ഒന്നും വേണ്ടാത്തത്? ഇത് തരികട ചോദ്യമൊന്നുമല്ല. എന്താണ്? ദൈവം തന്ന ആ ഏകജാതനെ മുഴുവനായിട്ട് നമുക്ക് കിട്ടിയോ? ഇന്ന് ചിലരൊന്നും മിണ്ടാത്തേ. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അല്ലേ? മിണ്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കിട്ടിയിട്ടില്ല എന്നർത്ഥം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് എന്താ കിട്ടിയേക്കണേ? നമുക്ക് ആരെ കിട്ടിയേക്കണേ? ദൈവത്തിൻ്റെ ഏകജാതനെ ദൈവം നമുക്ക് മുഴുവനോടെ തന്നോ. ഇനി നല്ലൊരു അമ്മായിയമ്മേനെ പോലെ അങ്ങ് സ്വീകരിക്കുക. ആ മകനെയോ മരുമകളെ ദൈവം തന്ന ആ മകനെ അങ്ങ് സ്വീകരിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം തന്നിട്ടുള്ള കണ്ണുകൾ കാണാനും സാധിക്കാത്ത അത്രയ്ക്ക് വലിയ കാര്യങ്ങൾ ദൈവം തന്നിട്ടുള്ളതിൽ നമ്മൾ വിശ്വസിക്കുക. ദൈവത്തെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അദൃശ്യനായ പിതാവായ സൃഷ്ടാവായ ദൈവമാണ്. എന്നാൽ ആ ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. ആ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഇപ്പോൾ ബെന്നി ഞാനും ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ഒരുപാട് ട്രാഫിക് ജാമൊക്കെ ആയപ്പോൾ ഞാൻ മൊബൈൽ തുറന്ന് അതിനകത്ത് യൂട്യൂബിൽ പോപ്പ് ഫ്രാൻസിസിൻ്റെ അമേരിക്കൻ വിസിറ്റിൻ്റെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു കോരിത്തരിപ്പിക്കുന്ന അനുഭവമാണ് ഓരോരുത്തർക്കും. എന്തോ ഒരു കരുണ നിറഞ്ഞ ശബ്ദമാണ്. ഫ്രാൻസിസ് പിതാവ് പറയാണ്, ദൈവം കരുണയാണ് കേട്ടോ. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് വരെ പറയാണ്, ഇദ്ദേഹത്തിൻ്റെ വാക്കുകളും ആ വ്യക്തിത്വത്തിലുള്ള എളിമയും ഞങ്ങളെല്ലാവരെയും കോരിത്തരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥമായ ക്രിസ്തീയ ആത്മീയതയാണെന്ന് ഞങ്ങൾക്ക് തോന്നണമെന്ന് ആര് പറയണു? അമേരിക്കൻ പ്രസിഡന്റ് പറയാണ്, ഹി ഈസ് റിയലി ട്രാൻസ്മിറ്റിംഗ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നിങ്ങൾ കാണണം. അപ്പോ യേശുവിൻ്റെ ജ്ഞാനവും യേശുവിൻ്റെ സ്നേഹവും രണ്ട് ചാനൽ പോലെയാ. നമ്മളതിന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും. എന്തെല്ലാമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ?
ജ്ഞാനം, അറിവ്, വിവേകം, ദൈവഭയം, ധൈര്യം, ഇതെല്ലാമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളോ? സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഞാനിപ്പോൾ ചോദ്യമൊന്നും അധികം ചോദിക്കണില്ല. ചോദിച്ചാൽ പലർക്കും ഉത്തരം പറയാൻ അറിയില്ല എത്ര ആണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വളരെ എളുപ്പമാണ്. നമ്മൾ പണ്ട് നാട്ടിലൊക്കെ സൈക്കിൾ ചവിട്ടി പോകുമായിരുന്നില്ലേ? ഒരു മല കയറുമ്പോഴേക്കും ഈ സൈക്കിൾ ചവിട്ടാൻ പറ്റണില്ല, നമ്മൾ ഇറങ്ങി സൈക്കിളിനെ ഉന്തിക്കൊണ്ട് പോകണം. പക്ഷെ കാലക്രമേണ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലവർ ഈ സൈക്കിളുമ്പോൾ ഒരു ചെറിയ മോട്ടർ, ഡൈനാമോ ഫിക്സ് ചെയ്യും. ആ മോട്ടർ ഫിക്സ് ചെയ്തിട്ട് അതൊരു ഒരു സാധനമാണ്, ഒരു മോട്ടർ. എന്നിട്ട് അതും ഒരു ചരട് കെട്ടി നിങ്ങളുടെ വലിച്ചു കഴിയുമ്പോൾ അത് സ്റ്റാർട്ടാവും. അത് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് ഓടിച്ചാടി അതും ഇരുന്നാൽ പിന്നെ നമ്മൾ ചവിട്ടണ്ട, താനെ സൈക്കിൾ ഇങ്ങനെ പോവാണ്. അതിനെയാണ് നമ്മൾ പിന്നീട് പറഞ്ഞത് മോട്ടോർ സൈക്കിൾ. അതിനെന്ത് പറഞ്ഞു? മോട്ടോർ സൈക്കിൾ. ആ മോട്ടോർ സൈക്കിളിൻ്റെ വലിയ ഫോമാണ് ഇപ്പം നമ്മൾ കാണുന്ന വലിയ സൂപ്പർ മോട്ടോർ സൈക്കിളുകൾ. അപ്പം അതുണ്ടായത് എങ്ങനെ? ആദ്യം സൈക്കിളായിരുന്നു. ആ സൈക്കിളിനൊരു മോട്ടർ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചവിട്ടണ്ട, മോട്ടർ ചവിട്ടിക്കോളും, മോട്ടർ ഓടിപ്പിച്ചോളും. ഇതുപോലത്തെ ഒരു ചിന്ത ഒന്നും ചിന്തിച്ച് നമ്മൾ ഇത് വെള്ളം കോരണം, ഇതുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് വെള്ളം കോരണം ഇല്ലേ? വെള്ളം അടിച്ചടിച്ച് അല്ലെങ്കിൽ വാള കൊണ്ട് കയറി. ഇപ്പോൾ അതൊന്നും വേണ്ട, ഒരു ബട്ടൺ അമർത്തിയാൽ പമ്പ് വെള്ളം തീരും എന്ന പോലെ നമ്മുടെ ആന്തരികമായ ശക്തിയും കൊണ്ട് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കർത്താവ് പരിശുദ്ധാത്മാവാകുന്ന മോട്ടോർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് വേണ്ട, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ജീവിക്കാം. സൈക്കിൾ മോട്ടോർ സൈക്കിളായ പോലെ പമ്പ് അടിച്ച് വെള്ളം കോരിക്കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ മോട്ടർ അടിച്ച് പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവരുന്ന പോലെയും. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾ ആ പഴയ സൈക്കിൾ തന്നെ മതി, ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾ പഴയ മാതിരി ആ പാളയം കൊണ്ട് വെള്ളം കോരിക്കോളാം എന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കും. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മോട്ടോർ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി സൗജന്യമായി നൽകിക്കൊണ്ട്, കറണ്ട് കാശില്ല, ബില്ലടയ്ക്കണ്ട, സൗജന്യമായി നൽകിക്കൊണ്ട് ആർക്കും സുലഭമാണ്. ഏതവസ്ഥയിലുള്ളവർക്കും, കുഞ്ഞിനും ടീനേജർക്കും മധ്യവയസ്കരും വയസ്സനും എല്ലാവർക്കും സുലഭമായിട്ട് ലഭിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷമാണ് ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞ എല്ലാവരും പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. എങ്ങനെയുള്ള ജീവിതം? പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. അപ്പൊ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന്റെ ചാലക ശക്തി ആരാ? മനുഷ്യശക്തിയല്ല, ദൈവശക്തിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നതിന് ആദ്യമായ ഒരു ആവശ്യം, ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനത്തെ നമ്മളങ്ങ് എന്താണ് ആ ചരകെട്ടി വലിച്ചിരുന്നില്ലേ നമ്മൾ? ഇപ്പൊ സ്വിച്ച് അമർത്തിയാൽ മതി. പണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ എന്തോരം ബുദ്ധിമുട്ടായിരുന്നു. നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളതിൻ്റെ സ്വിച്ച് ഇട്ടാൽ മതി. സ്വിച്ച് നമ്മുടെ കയ്യിലാണ്. ഇപ്പം നമ്മുടെ വീട് വൈകുന്നേരത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം നല്ല ഇരുട്ടാ, പക്ഷെ നമുക്കറിയാം ആ കൈപ്പാങ്ങിൽ തന്നെ
ഗാതലിൻ്റെ പുറത്തോ അകത്തോ ഒരു സ്വിച്ച് ഉണ്ട്. അതങ്ങിട്ടാൽ നിറച്ചും പ്രകാശമായി നമുക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഇത് അറിയുന്നില്ലെങ്കിൽ ഇത് മുഴുവൻ ഇരുട്ടാണല്ലോ ഇവിടെ, അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് ഇരുട്ടത്ത് ഇങ്ങനെ തപ്പി തപ്പി നടക്കുകയല്ല വേണ്ടത്. അവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയണം. ആ സ്വിച്ച് ഇടണം. ആ സ്വിച്ച് ഇടുമ്പോൾ നമ്മുടെ ഭവനവും പവർ ഹൗസുമായിട്ട് കണക്റ്റായി. ഈ ഭവനത്തിലേക്ക് ഉള്ള പവർ ലൈൻ, ഇലക്ട്രിക് ലൈൻ കമ്പികളിലൂടെ കണക്ട് ചെയ്ത് അവസാനം അത് എവിടം വരെ കണക്ട് ചെയ്തിരിക്കുന്നു? ഒരു പവർ ഹൗസ്. ആ പവർ ഹൗസിലുള്ള സകല പവറും നമ്മൾക്ക് ഒഴുകാം. ചില സമയത്ത് നമ്മുടെ ജീവിതം ഈ സ്വിച്ച് അറിയാത്തവരെ പോലെയാണ്. ഈ സ്വിച്ച് അറിഞ്ഞൂടാ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവണ്ടോ ഇല്ലയോ? നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ടത് എന്താണ്? സ്വിച്ച് എവിടെയാണെന്ന് അറിയണം. പവർ ഹൗസ് ഉണ്ട്, അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് ദൈവം ഉണ്ടാക്കിയതാണ്. ആ പവർ ഹൗസുമായിട്ട് നമ്മുടെ ആത്മാവിലൊരു കണക്ഷൻ ഉണ്ട്. മാത്രമല്ല അതിൻ്റെ സ്വിച്ച് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ദുബായിൽ വന്നിറങ്ങി എൻ്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത ഉടനെ 2 SMS വന്നേക്കണം. ടക് ടക് ഒരു SMS എൻ്റെ നാട്ടിലത്തെ അല്ലെങ്കിൽ എൻ്റെ മറ്റേ ടെലിഫോൺ കമ്പനിക്കാരുടെ. അവരുടെ SMS പറയാണ്, യു ഹാവ് ഗോൺ ഔട്ട് ഓഫ് ദ കൺട്രി. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കോളുകളും ഇനി എക്സ്ട്രാ പൈസയാവും. റോമിങ്, യു ആർ ഓൺ റോമിങ്. നീ കറക്ക് കമ്പനിയാണിപ്പോൾ, നീ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളത് മനസ്സിലാക്കുന്നു, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വേറൊരു കമ്പനിയുടെ SMS വന്നിരിക്കുകയാണ്, വെൽക്കം ടു ദുബായ്, നിങ്ങൾക്ക് ഇവിടെ സ്വാഗതം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്തോ, നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കുമായിട്ടുള്ള കണക്ടിവിറ്റി തന്നിരിക്കണം. ഈ 2 പാർട്ടിക്ക് എങ്ങനെ ഞാൻ ദുബായിലെത്തിയിട്ടുള്ളത് എങ്ങനെ അറിഞ്ഞു? അവർ ദുബായിലിറങ്ങി ഉടനെ 2 പേർക്കും അറിയാം. അതിൻ്റെ അർത്ഥം എൻ്റെ ഫോണിലെ സിം കാർഡ് ഈ നെറ്റ്വർക്കുമായിട്ട്, ഈ സാറ്റലൈറ്റിലൂടെ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആണ്. അവരെന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവനെവിടെയാണ് കറങ്ങണേ, അവനെവിടെ പോകുന്നു, ഉടനെ മൊബൈലിൽ തന്നെ കാണാം. നീ ഇപ്പൊ എന്താ ഈ സ്ഥലത്തിന്റെ പേര്? ഉമർ കോയിൽ നിന്ന് ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം. അവിടെ രജിസ്റ്ററായി കമ്പ്യൂട്ടറിൽ ഇവനിപ്പോ ഉമർ കോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മനുഷ്യനിർമ്മിതമായ യന്ത്രങ്ങൾ നമ്മളെ ഇതുപോലെ ട്രാക്ക് ചെയ്യുന്നുവെങ്കിൽ, അപ്പൊ എന്തുകൊണ്ടാണ്? നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സിം കാർഡ് ആ നെറ്റ്വർക്കിൽ നിന്ന് കണക്റ്റഡ് ആണ്. എന്ന പോലെ നമ്മുടെ ആത്മാവ് ഒരു സിം കാർഡ് പോലെയാണ്. നമ്മുടെ ആത്മാവ് എന്തുപോലെയാണ്? സിം കാർഡ് പോലെയാണ്. ഈ സിം കാർഡ് ദൈവവുമായിട്ട് കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷനിലാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒറിജിനൽ സെറ്റിംഗ്. നമുക്കത് മാറ്റാൻ പറ്റില്ല, നമുക്ക് മാറ്റാൻ പറ്റില്ല. സൃഷ്ടാവ് തന്നെ നമ്മളെ സൃഷ്ടിച്ചപ്പോ നമ്മുടെ സൃഷ്ടാവിൻ്റെ ഒരു സിം നമ്മുടെ ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അഥവാ നമ്മുടെ ആത്മാവ് തന്നെ സൃഷ്ടാവിൻ്റെ ഒരു ഭാഗമാണ്. എന്തിനാണത്? എൻ്റെ ഈ കുഞ്ഞിന് ആവശ്യമായതെല്ലാം ഞാൻ കൊടുക്കണം. നമ്മൾ ചിന്തിക്കണ മാതിരി അല്ലാതെ ദൈവം വാത്സല്യപൂർവ്വം നമ്മളിങ്ങനെ നോക്കി നിൽക്കണം. അവൻ എന്ത് വേണം? അപ്പോൾ ദൈവത്തിൻ്റെ സെറ്റിങ്ങിൽ അവൻ രാവിലെ തന്നെ അവന് ഒരു ഗ്ലാസ് പാല് കൊടുക്കില്ല. നമ്മൾ പിള്ളേർ എണീക്കുമ്പോൾ തന്നെ പാല് കൊടുക്കുകയാണ്. കാരണം അവർക്ക് രാത്രിയുടെ ആ ബ്രേക്ക്ഫാസ്റ്റ്, ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യണം. എന്ന മാതിരി നമ്മുടെ ദൈവം രാവിലെ തന്നെ നമുക്ക് നൽകുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം. അപ്പൊ ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനം 6:14 പറയുന്നത്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക്
പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടാം. ബെന്നി വെള്ളം 2 ദിവസമായിട്ട് അല്പം കോൾഡ്. കാരണം ഇവിടെ ഒരു പുതിയ ക്ലൈമറ്റ് ആണല്ലോ എനിക്ക്. അകത്ത് തണുപ്പ്, പുറത്ത് ചൂട്. അപ്പോൾ ഒരു തെർമൽ ഷോക്ക് എന്ന് പറയും. ഓക്കെ, എല്ലാവരും വായിച്ചോ? ഇപ്പോൾ ബൈബിളൊക്കെ മൊബൈലിലാണ്, നല്ല സൗകര്യമായി. എന്താണ് ബൈബിളിൽ പറയുന്നത്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വചനം എന്താ പറയുന്നത്? ആരെങ്കിലും ഉച്ചത്തിലൊന്ന് വായിച്ചേ. ജ്ഞാനം 6-ാം അധ്യായം 14-ാമത്തെ വചനം പറയുന്നത് ഇതാണ്: പ്രഭാതത്തിൽ ഉണർന്ന്, ഒന്ന് കരമുയർത്തി എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടാം. അവൾ വാതിക്കൽ തന്നെ കാത്തുനിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ അവൾ? ജ്ഞാനം. സ്നേഹമുള്ളവരെയും, എനിക്ക് പണ്ട് കാലത്ത്, ഞാൻ ജോലിയെല്ലാം ചെയ്തിരുന്ന കാലത്ത് ജ്ഞാനത്തിനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിലും ഈ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്, രാവിലെ എഴുന്നേക്കാൻ തന്നെ പാടാം, പ്രാർത്ഥന പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വചനം എന്നെ സ്പർശിച്ചു. ആരോ രാവിലെ തന്നെ എന്നെ കാണാൻ കാത്തു നിൽപ്പുണ്ടെന്ന്. അങ്ങനൊരു ആശയത്തിലാണ് പിന്നെ ഞാൻ അങ്ങ് ഉറങ്ങാൻ തുടങ്ങണേ. അപ്പോൾ ഞാൻ രാവിലെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? 8 മണിയല്ല, 7 മണിയല്ല, 6 മണിയുമല്ല. എപ്പോഴാ? എനിക്ക് അത് 4 മണിയാണ്. അത് കുറേ സമയമെടുത്ത് അങ്ങനെ ഒരു ടൈം മനസ്സിലാക്കാൻ. കാരണം 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ ആളെ കാണാനില്ല, 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ ആളെ കാണാനില്ല, ആള് നോക്കി ഒന്ന് പോയി. പിന്നീട് മനസ്സിലായി ഒരു 4 മണിക്ക് കൃത്യമായിട്ട് കാണാം. അത് നിങ്ങൾ സെറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ അപ്പോൾ 4 മണിക്ക് ചാടി എഴുന്നേക്കും. ആളവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് വലിയൊരു അനുഭവമായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 4 മണി എല്ലാവർക്കും വേണമെന്നില്ല കേട്ടോ, വ്യത്യസ്തമായ സമയത്താകാം. പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കണം, അതിരാവിലെ ജ്ഞാനം എനിക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. ആ ജ്ഞാനം സ്വീകരിച്ചാൽ അന്നത്തെ ദിവസം ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വിജയകരമായി മോട്ടോർ ആര് ചെയ്യും? ദൈവശക്തി അത് ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഇത്ര എളുപ്പമാണോ? ശരിക്കും അത്ര എളുപ്പമാണ്. ഞാനപ്പോൾ ഇത് ഒരു ധ്യാനത്തിൽ പറഞ്ഞു, ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ജർമ്മൻകാരിയാണ്, ജർമ്മനിയിൽ വെച്ച. ഈ ജർമ്മൻകാരൊക്കെ ഇങ്ങനെയൊക്കെ ശക്തമായിട്ട് പറയണത് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഒരു മയത്തിലൊക്കെ പറഞ്ഞാൽ ഒരു പ്ലീസ് കൈൻഡ്ലി ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മളിത് പറയണത് നേരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയല്ലേ. രാവിലെ എഴുന്നേറ്റിട്ട് അപ്പോൾ ഒരു ചേച്ചി, ഒരു സഹോദരി അവിടെ എഴുന്നേറ്റ് എന്നോട്, അപ്പോൾ അവരുടെ വേറൊരു നല്ല സ്വഭാവം, അവർ ഉള്ള കാര്യം തുറന്ന് പറയും. അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് എഴുന്നേറ്റെന്ന് പറയും, നീ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നവർ നേരിട്ട് പറയും. ഇതാണ് ജർമ്മൻകാരുടെ ഒരു നല്ല സ്വഭാവം. നീ ഇപ്പോൾ ഒരിക്കലൊരു സ്ഥലത്ത് വെച്ച് ഞാൻ പറഞ്ഞു, ദൈവം മനുഷ്യന് മാത്രമേ ആത്മാവ് നൽകിയിട്ടുള്ളൂ. ദൈവം സൃഷ്ടിച്ചപ്പോൾ മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്ന് പറഞ്ഞ ഉടനെ ഒരു പെണ്ണ് ചാടി എഴുന്നേറ്റ്, സ്റ്റോപ്പ് തോമസ് പോൾ, മൈ ഡോഗ് ഹാസ് എ സോൾ എന്ന് അവൾ പറഞ്ഞ, എൻ്റെ പട്ടിക്കും ആത്മാവുണ്ടെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊരു ഡിസ്കഷനായി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അവരെ മനസ്സിലാക്കി കൊടുത്തു. കർത്താവ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, മൃഗത്തിൻ്റെ സാദൃശ്യത്തിലല്ല, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ എന്ന പോലെ ഈ സഹോദരി എഴുന്നേറ്റ് നിന്ന് എന്നോട് പറയുകയാണ്, നിങ്ങൾ ആണുങ്ങൾക്ക് എന്തറിയാം, രാവിലെ
എനിക്ക് 4 പിള്ളേരാണ് ഉള്ളത്. 4 ആൺപിള്ളേർ. ഈ 4 ആൺപിള്ളേരെ രാവിലെ എടുപ്പിച്ച് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ സ്കൂളിൽ പറഞ്ഞയക്കണ കാര്യം എന്തോ ഒരു വലിയ തലവേദന. നിങ്ങൾക്ക് ഇതുപോലെ അറിയാമോ? ഇപ്പൊ ചേച്ചിമാരെ ശരിക്കും ഇത് തന്നെയാണ് പറയണതല്ലേ. രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുന്നവരെയും വീട്ടിലെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞു, ഞാനും 4 പേരില്ലെങ്കിൽ 2 പേരെയൊക്കെ ഞങ്ങളൊക്കെ വളർത്തിയിട്ടുള്ളതാണ്, എന്നാലും കുറച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അതിന് ഇത്ര ചൂടാവണം എന്തിനാ? അല്ല നിങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ അകത്ത് എന്തോ ഒരു പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞു, നിനക്ക് ഈ 4 മക്കളെ എവിടെ നിന്ന് കിട്ടി? ആരാ തന്ന ഈ 4 മക്കളെ? ദൈവം തമ്പുരാൻ തന്നു. ഓക്കെ, സമ്മതിച്ചോ? എല്ലാവരും സമ്മതിച്ചോ? ഇവിടെയുള്ളവരെല്ലാം സമ്മതിച്ചോ? സമ്മതിച്ചു. ഈ ജർമ്മൻ ഭാഷയിൽ വേറൊരു ചൊല്ലുണ്ട്, ആദ്യം മുയൽ വരും പിന്നെ പുല്ല് വരും എന്ന് പറഞ്ഞ എല്ലാവരും. ആദ്യം മുയൽ വരും പിന്നെ പുല്ല്. ഒന്ന് പറഞ്ഞേ. അപ്പൊ മുയലിനെ ഉണ്ടാക്കണ ദൈവം അതിന് വേണ്ട പുല്ലും കൂടി അതിന്റെ കൂടെ ഉണ്ടാക്കി തരാതിരിക്കോ? അതൊരു നല്ല ആശയം അല്ലേ? അപ്പൊ ദൈവം നിനക്ക് 4 മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി എല്ലാ ദിവസവും ദൈവം തരുന്നുണ്ട്. അത് നമ്മുടെ ശക്തി കൊണ്ടുണ്ടാക്കേണ്ടതല്ല. പ്രധാനമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ വെളിച്ചം, ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനം. നമ്മൾ കോളേജിലും സ്കൂളിലും പഠിപ്പിക്കുന്ന ജ്ഞാനം അല്ല, അതിനേക്കാൾ ഉപരിയായി, ഒരുപക്ഷെ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ, അതിനേക്കാൾ ഉപരിയായി ദൈവിക ജ്ഞാനം. അത് വാസ്തവത്തിൽ മാതാപിതാക്കളിലൂടെയാണ് അത് ആദ്യഘട്ടങ്ങളിൽ ഒഴുകണത്. മാതാപിതാക്കൾ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന പോലെ ഈ ദൈവിക ജ്ഞാനം ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകി അത് കുഞ്ഞിലേക്ക് ഒഴുകുമ്പോൾ പ്രഭാതത്തിൽ തന്നെ കുഞ്ഞിൻ്റെ പ്രശ്നമൊക്കെ മാറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതിന് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല ഇത്രയും പറഞ്ഞതിൽ നിന്നും കേട്ടോ. ഇതൊക്കെ ഒരു തിയറിയാണെന്നുള്ള ഒരു ആശയത്തിൽ അവൾ